ഹായ് എല്ലാവർക്കും നമസ്കാരം. ഡിഗ്രി പ്രിലിംസിന്റെ സെക്കൻഡ് സ്റ്റേജ് ഇന്ന് കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഫേസിനെ വെച്ചിട്ട് സെക്കൻഡ് ഫേസിലുണ്ടായ പ്രധാനപ്പെട്ട വ്യത്യാസം എന്തായിരുന്നു? രണ്ട് സ്റ്റേജും വീട്ടിലിരുന്ന് എഴുതിയവരും ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് വീട്ടിൽ ഇരുന്ന് നോക്കിയവരും, സെക്കൻഡ് സ്റ്റേജ് എഴുതിയിട്ട് ഫസ്റ്റ് സ്റ്റേജ് അന്ന് വീട്ടിൽ ഇരുന്ന് നോക്കിയവരും ഒക്കെ ഉണ്ട്. അപ്പൊ പലരുടെയും അഭിപ്രായം പലതാണ്. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് ഒന്ന് നോക്കാം. ഈ വീട്ടിൽ ഇരുന്ന് എഴുതുന്നതും ഹോളിൽ ഇരുന്ന് എഴുതുന്നതും തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട് അല്ലെ. ഹോളിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ആ കൃത്യസമയം കൊണ്ട് വളരെ ടെൻഷൻ അടിച്ചിട്ടാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും വായിച്ചു നോക്കുകയും അതുകൊണ്ട് സമയത്തെ പറ്റിയിട്ട് നമുക്ക് ആകുലതയുണ്ട്. അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട് അവിടെ ഇരിക്കുന്ന സമയത്ത്. ഞാൻ ഈ പഠിച്ചിട്ട് സീരിയസ് ആയിട്ട് പോകുന്നവരുടെ കേസാ പറയുന്നത്. അപ്പൊ വീട്ടിൽ ഇരിക്കുന്നവർക്ക് അത്രയും ഒരു ടെൻഷൻ ഉണ്ടായെന്ന് വരില്ല. അപ്പൊ അത് തമ്മിൽ കമ്പയർ ചെയ്യേണ്ട. നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യന്റെ പാറ്റേണും സിലബസിൽ നിന്നും എത്രത്തോളം വന്നു എന്നുള്ളതുമാണ്. ഫസ്റ്റ് ഫേസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഫസ്റ്റ് ഫേസിന്റെ ക്വസ്റ്റ്യൻസിനകത്ത് പലതും സിലബസിനകത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ള രീതിയിലുള്ള GK ക്വസ്റ്റ്യൻസ് ആയിരുന്നു പലതും. എന്നാൽ ഫസ്റ്റ് ഫേസിന്റെ മാത്സും അതുപോലെ മലയാളം ഇംഗ്ലീഷ് ഒക്കെ നോക്കുവാണെങ്കിൽ അത്ര ഈസി അല്ല, എങ്കിലും പലരും ചെയ്തു. ഒരുവിധം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന മാത്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ മാത്സ് എന്ന് പറയുന്നത് കുറച്ച് ചുറ്റിക്കറക്കുന്ന മാത്സും, ഇംഗ്ലീഷ് കമ്പാരറ്റീവ്ലി എല്ലാവരും ഈസി ആണെന്ന് പറയുന്നുണ്ട്, മലയാളവും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്, മാത്സ് കുറച്ച് ടഫായിരുന്നു, സമയം കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ GKയുടെ പോർഷനിലോട്ട് വരുമ്പോൾ നമ്മൾ GKയിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യുവാണെങ്കിൽ പല ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളുണ്ട്. അതായത് നമ്മൾ പഠിച്ച ചോദ്യങ്ങൾ പലതും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സിലബസിൽ നിന്ന് അതുപോലെ വന്നിട്ടുള്ളതും നമ്മുടെ സോഴ്സുകളിൽ നിന്ന് അതുപോലെ വന്നിട്ടുള്ള പല ചോദ്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അതിന്റെ അർത്ഥം GK ഈസി ആണെന്നല്ല, കമ്പാരറ്റീവ്ലി ഈസി ആണെന്നാ. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് ഫേസ് ഇതിനേക്കാളും എളുപ്പമായിരുന്നു, സെക്കൻഡ് ഫേസ് ഭയങ്കര ടഫായിരുന്നു. അങ്ങനെയല്ല, ഫസ്റ്റ് ഫേസ് ഒരു നല്ല രീതിയിൽ ടഫ് തന്നെ ആയിരുന്നു. കാര്യം സിലബസ് ഓറിയന്റഡ് ആയിട്ടല്ല. നമ്മള് മെയിൻസ് ഒക്കെ ഫോക്കസ് ചെയ്ത് സ്പെഷ്യൽ ടോപ്പിക്സിന്റെ പേപ്പർ 2 മോഡലിലായിരുന്നു പല ചോദ്യങ്ങളും അവിടെ വന്നിരുന്നത്. ചിലതൊക്കെ എന്താണ് ഈ അനലറ്റിക്കൽ മോഡൽ വെച്ചിട്ട് ആലോചിച്ചെഴുതുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ കുറച്ചുകൂടെ ഡയറക്റ്റ് ചോദ്യങ്ങൾ ഹിസ്റ്ററി, ജോഗ്രഫി തുടങ്ങിയിട്ട് അതുപോലെ നമ്മുടെ എക്കണോമിക്സ് ആണെങ്കിലും ഒക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നിങ്ങള് സെക്കൻഡ് ഫേസുകാരെ എന്ത് നോക്കണം, നമ്മൾ ഇപ്പൊ പഠിക്കുന്ന എന്താണോ അതേ രീതിയിൽ തന്നെ നോക്കി പോകാൻ പറഞ്ഞു. അങ്ങനെ നോക്കി പോയവർക്ക് ഒരുവിധ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആൻസർ കീ ഡിസ്കഷൻ നടത്തുന്നില്ല. PSC ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കി കണ്ടു കഴിഞ്ഞു. ഏകദേശം എല്ലാവരും ചോദിക്കുന്നുണ്ട് എത്ര മാർക്ക് ഉണ്ടെങ്കിൽ സേഫ് സ്കോർ ആണ്, ഫസ്റ്റ് ഫേസ് എങ്ങനെയാ, സെക്കൻഡ് ഫേസ് എങ്ങനെയാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയട്ടെ, മിക്ക ആൾക്കാർക്കും ഒരു 40 റേഞ്ചിനകത്തേക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ട്. ചിലർക്കൊക്കെ 37, 38, ഒരുവിധം നന്നായിട്ട് പഠിച്ചവർക്ക് പോലും 37, 38 റേഞ്ച് നിൽക്കുന്നവരുണ്ട്. 40, 44, 47 റേഞ്ചിൽ ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും നിൽക്കുന്നവരുണ്ട്. 51, 57 റേഞ്ച് വരെ പോയവരും ഉണ്ട്. അങ്ങനെ പറഞ്ഞ ആൾക്കാരും ഉണ്ട്. അപ്പൊ നമ്മുടെ ഒരു വിശ്വാസം അനുസരിച്ച് കഴിഞ്ഞ പ്രാവശ്യം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനൊക്കെ 49,000-ഓളം പേരെ മെയിൻസ് എഴുതാനായിട്ട് പ്രിലിംസിന്റെ ലിസ്റ്റിന് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രാവശ്യം ഏകദേശം ഒരു 9 തസ്തികകളിലോളം ഷോർട്ട് ലിസ്റ്റ് ഇടാനുണ്ട്. നമ്മൾ 9 തസ്തികൾ എല്ലാവരും അപ്ലൈ ചെയ്തു എന്നല്ല, എങ്കിലും ആൾക്കാരെ തീരെ അങ്ങ് കുറയ്ക്കാൻ സാധ്യത ഇല്ല. അപ്പൊ നമ്മള് കിട്ടുന്ന സമയം മെയിൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത്. കാരണം മെയിൻസ് എന്ന് പറയുമ്പോൾ പ്രിലിംസിന്റെ പല ടോപ്പിക്സ് തന്നെയാണ് നമുക്ക് മെയിൻസിന് വേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസിന്റെ റിലേറ്റഡ് ഫാക്ട്സ് മെയിൻസുകാർ പഠിച്ചു തുടങ്ങിക്കോ. അത് നിങ്ങൾക്ക് മെയിൻസിന് ഉപയോഗപ്പെടും. അതായത് മെയിൻസ് ഫോക്കസ് ചെയ്യുന്നവര് ഫസ്റ്റ് 2 പ്രിലിംസിന്റെ പേപ്പറുകൾ റിലേറ്റഡ് ഫാക്ട്സും ആ ഏരിയാസും ഒന്നുകൂടെ അടിസ്ഥാനമായിട്ട് പഠിക്കുക. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ മിക്കവാറും ആ 13 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ആയിരിക്കും പിന്നെയും വരുന്നത്. പേപ്പർ 2 വരില്ലെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യുക. അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സിനൊക്കെയാണ് നമുക്ക് ഒരു ടെൻഷൻ ഉള്ളത്. കാരണം പോസ്റ്റുകളുടെ എണ്ണം കുറവും, അപ്പൊ കട്ട് ഓഫ് കൂടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഉണ്ട്. എങ്കിലും അങ്ങും ഇങ്ങനെ തൊടാതെ ഞാൻ കട്ട് ഓഫ് പറയാൻ ആരുമല്ല. എങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു 40 റേഞ്ചിന് അപ്പുറത്തേക്ക് മാർക്ക് വാങ്ങിച്ചിട്ടുള്ളവരൊക്കെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റോ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട SBCIDയോ അല്ല എന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് ഒക്കെ ആണെങ്കിലും 45, 46 ഒക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും
ഒരു 40+ ഉള്ളവർ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോ. അതുകൊണ്ട് പഠിക്കുന്നതുകൊണ്ട് നമുക്കൊരു നഷ്ടവും വരില്ലല്ലോ. പക്ഷെ നാളെ ഒരു സമയത്ത് റിസൾട്ട് വന്നു കഴിയുമ്പോൾ എനിക്ക് പഠിക്കാൻ നേരം കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങ് പഠിക്കുക. ഒരു 40+ ഉള്ളവര് അങ്ങനെ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റൂ. പിന്നെ പേപ്പർ 2 വരുമോ എന്നെല്ലാവരും ചോദിക്കുന്നുണ്ട്. നമ്മൾ ഈ പേപ്പർ 2 വരുമോ ഇല്ലയോ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് മെയിൻസിന്റെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ക്ലാസ് പോലും തുടങ്ങാത്തത്. ഇൻ കേസ് പേപ്പർ 2 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത്രയും എടുക്കുന്നത് നഷ്ടമാവില്ലേ. അപ്പം എല്ലാവരോടും പറയാനുള്ളത് ഒരുവിധം സേഫ് മാർക്ക് 40+ ഒക്കെ ഉള്ളവർ, എസ് ഒക്കെ ആണെങ്കിൽ 37-38 ഒക്കെ ഉള്ളവര് പഠിച്ചു തുടങ്ങുക. പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഈ ഫസ്റ്റ് ഫേസിലെ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ തന്നെ നിങ്ങൾ റെഫർ ചെയ്യുക. ഇത് വന്ന മേഖലകളൊക്കെ നോക്കുക. പ്രധാനമായിട്ടും എപ്പോഴും പറയാനുള്ളത് കൂട്ട് തന്നെ NCERT പുതിയ SCERT പുസ്തകങ്ങളെ അടിസ്ഥാനമാക്കി പഠിക്കുക. പിന്നീട് എക്സ്ട്രാ സോഴ്സുകൾ നമ്മൾ പണ്ട് തൊട്ടേ പറയുന്നതുണ്ട്, പക്ഷെ അതെല്ലാം കൂടെ വാരി വലിച്ച് പഠിക്കേണ്ട. ഈ പറയുന്ന കൂട്ട് തന്നെ ഇനിയുള്ള സമയത്ത് നിങ്ങൾ SCERT NCERT പ്രത്യേകിച്ച് പുതിയ SCERT പുസ്തകങ്ങളൂടെ പഠിക്കുക. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി 3rd ഫേസ് എഴുതാൻ പോകുന്നവരോട് പറയാനുള്ളത് റിലേറ്റഡ് ഫാക്ട്സ് മാത്രം നോക്കിക്കൊണ്ടിരിക്കാതെ നിങ്ങൾ ഇപ്പൊ എങ്ങനെയാണോ പഠിക്കുന്നത് ആ രീതിയിൽ തന്നെ പഠിക്കുക. നിങ്ങൾ ഏത് സോഴ്സ് ഉപയോഗിച്ചിട്ടാണോ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ സോഴ്സ് ഉപയോഗിച്ച് പഠിക്കുക. മാക്സിമം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഞാനൊരു മോക്ക് ടെസ്റ്റിന്റെ ഒരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 55 ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ഇനിയും താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒരു 20 ദിവസം കൂടെ കിട്ടുന്നുണ്ട് ഇനി എഴുതാനുള്ളവർക്ക്. അപ്പൊ മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ കോഴ്സ് പർച്ചേസ് ചെയ്യാം. മോക്ക് ടെസ്റ്റിന് 199 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഹോട്ട് ടോപ്പിക്സിന്റെയും മോക്ക് ടെസ്റ്റ് ഉണ്ട്. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.